ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 21, 2026 ശനിയാഴ്ച. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഡയറിയിലെ 52ാമത്തെ ദിവസം. പറഞ്ഞ് ഇന്ന് ശരിക്കും പുലർച്ചയ്ക്ക് തന്നെ എണീക്കേണ്ടി വന്നു. യാത്ര വേറെ എങ്ങോട്ടുമല്ല, ഹോസ്പിറ്റലിലേക്കാണ്, വാവയ്ക്ക് വേണ്ടിയിട്ടാണ്. നേരത്തെ പോയാൽ നേരത്തെ കഴിച്ചില്ലാവുന്നതാണ് ഞങ്ങളെ വിചാരം. പക്ഷെ ഞങ്ങളെക്കാ കേമന്മാരാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ അവൾ സാധാരണ പോകുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ വർക്കിനിറങ്ങി. അവിടെ നിന്ന് ഞാൻ വന്നത് തിരിച്ച് വീട്ടിലേക്കാണ്, അടുത്ത ആളിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അമ്മയുടെ ATM കാർഡ് കഴിഞ്ഞ ദിവസം ബാങ്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അത് എടുത്തു കഴിഞ്ഞ് തിരിച്ചമ്മയെ വീട്ടിലാക്കിയിട്ട് ഞാൻ വീണ്ടും വർക്കിനിറങ്ങി. ഇന്നും ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് തന്നെയാണ്. കാരണം ക്ലോസിംഗ് അടുത്ത് വരികയാണ്. വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു ചെറിയ എക്കച്ചക്ക തോന്നിയപ്പോൾ ഒന്ന് കാറ്റടിച്ചേക്കാം എന്ന് കരുതി. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നും കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ തന്നെയാണ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി നമ്പർ എന്റെ കണ്ണിൽപ്പെട്ടു. എന്താണെന്ന് മനസ്സിലായവർ കമന്റ് ചെയ്യുക. ഫാൻസി നമ്പർ ആണോ? അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. പിന്നെ ഞാൻ എന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് വിശന്നുകൊണ്ടാണ്. കാരണം എന്താന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വിശന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഇതിലും നല്ലത് നോമ്പെടുക്കുന്നതായിരുന്നു എന്ന്. പണ്ടൊരു +2 പഠിക്കുന്ന സമയത്ത് ഞാൻ നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഈ മതങ്ങളിൽ നിന്നും ദൈവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടപ്പോൾ എനിക്ക് ഇതോടൊക്കെ ഉള്ള ഒരു വിശ്വാസം പോയി. അങ്ങനെ ഒടുവിൽ കോഴിക്കോട് എന്റെ വർക്ക് തീർക്കുമ്പോൾ ഏതാണ്ട് സന്ധ്യയോട് അടുത്ത് തുടങ്ങിയിരുന്നു സമയം. വല്ലാണ്ട് വിശപ്പ് തോന്നി തുടങ്ങിയപ്പോൾ ഞാനൊരു ചെറിയ കടിയിലെതുക്കി. ശരിക്കും ഇന്ന് നോമ്പെടുത്തെങ്കിൽ കൃത്യസമയത്താണ് ഞാൻ നോമ്പ് തുറന്നിരിക്കുന്നത്. അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ട് വർക്കൊക്കെ തീർത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഒരു കാര്യം മറന്നുപോയത്. പിന്നെ നേരെ പോയത് അതിനാണ്. ഒടുവിൽ അവിടെ നിന്ന് അനിയത്തിയും കൂട്ടിയിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെയും എൻ്റെ ഡയറി കുറിപ്പുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.